ഒടുവിൽ നമ്മുടെ ഓസ്കാർ നടിമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ആയിരിക്കുകയാണ് ഗൈസ്. നിങ്ങൾക്കറിയാമല്ലോ, 3 പെരുങ്കള്ളികൾ ദിയ കൃഷ്ണയ്ക്കും ഫാമിലിക്കും എതിരായിട്ട് ജാതിക്കാട്, തട്ടിക്കൊണ്ടുപോകൽ, ഭീഷണിപ്പെടുത്തൽ, പീഡിപ്പിക്കൽ, മറ്റേത് മറിച്ചത് എല്ലാം അങ്ങ് ഏതോ ഒരു അണ്ടൻ്റെ അടകോടൻ്റെയും വാക്ക് കേട്ട് കേസായിട്ട് കൊണ്ട് കൊടുത്തു. ഇപ്പോൾ അടപടലം 3G ആയിട്ടുണ്ട്. ജീവനക്കാർക്കെതിരെ തെളിവ്, ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് പണം സ്വന്തം അക്കൗണ്ടുകളിലേക്ക് മാറ്റിയെന്ന് കണ്ടെത്തി പോലീസ്. ഒടുവിൽ കൃത്യമായിട്ടുള്ള തെളിവ് ശേഖരിച്ചുകൊണ്ട് പോലീസും മുന്നോട്ട് വന്നിരിക്കുകയാണ്. ഞാനെൻ്റെ ലാസ്റ്റ് വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രിവാൻഡ്രം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ SHO ആണ് ഈ ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതേപോലത്തെ 3 കള്ളികൾ വന്ന് ഒരു പരാതി തരുമ്പോഴത്തേക്കും SHO കുറച്ചുകൂടെ ജാഗ്രതയോടെ ഈ കേസ് അന്വേഷിക്കണമായിരുന്നു. കാരണം 1.5 വർഷത്തോളം ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ ആ ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്യാണ്ട് വെറുതെ ഓടിപ്പോയിട്ട് കൃഷ്ണകുമാറിനെതിരായിട്ട് ഒരു കേസ്, അതും അത്രയും വലിയ വകുപ്പുകൾ ചുമത്തിക്കൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്യാൻ പാടില്ലായിരുന്നു. അത് SHOയുടെ ഒരു പിടിപ്പുകേട് തന്നെയാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത്, ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയും രാഷ്ട്രീയവും എന്തായാലും ഉണ്ട്. അത് കൃഷ്ണകുമാറും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് വരുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാൻ കാണിക്കാം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പ് CCTV ദൃശ്യങ്ങൾ കൂടി വന്നതോടെ വലിയ കള്ളം പൊളിഞ്ഞു. അതായത് ഇവൾമാരുടെ അക്കൗണ്ടിലേക്ക് 3 കള്ളി ഉടായ്പകളുണ്ടല്ലോ, അവളുമാരുടെ അക്കൗണ്ടിലേക്ക് ഈ പണം മാറ്റുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഞാൻ നമ്മുടെ ലാസ്റ്റ് വീഡിയോക്കകത്ത് ആ വീഡിയോ പ്ലേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. കാണാത്ത ആൾക്കാർ ലാസ്റ്റ് വീഡിയോ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. അപ്പോൾ എല്ലാ തെളിവും കിട്ടി. അതുമാത്രമല്ല, ഇവൾമാർ പറയുന്നത് പോലെ ഇപ്പം ഒരു മെയിൻ ഡയലോഗായിരുന്നു, ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക്, കാരണം ഇവർക്കറിയാം ഇത് പിടിക്കുമെന്നറിയാം. അപ്പോൾ അതിന് മുന്നേ വക്കീൽ പഠിപ്പിച്ചു കൊടുത്ത, അല്ലെങ്കിൽ ഇവരുടെ പിന്നിലുള്ള ആളെ പഠിപ്പിച്ചു കൊടുത്ത ഡയലോഗാണ്, ദിയ പറഞ്ഞിട്ടാണ് ടാക്സ് വെട്ടിക്കാനായിട്ട് ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടത്. അങ്ങനെയാണെങ്കിൽ അത് ദിയക്ക് തിരിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ അക്കൗണ്ടിൽ നിന്ന് അക്കൗണ്ടിലേക്ക് കൊടുക്കാം, അതെന്തായാലും ചെയ്യൂല. അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇവരുടെ ബാങ്കിൽ പോയോ ATM-ൽ പോയിട്ടോ ആ പണം വിഡ്രോ ചെയ്യണ്ടേ, അതിൻ്റെ തെളിവ് വേണ്ടേ? പക്ഷെ അതല്ല പോലീസ് കണ്ടെത്തിയത്. ഇവളുമാരുടെ സ്വന്തം അക്കൗണ്ടിൽ നിന്ന് വേറെ ഏതൊക്കെയോ ആൾക്കാരുടെ അക്കൗണ്ടിലേക്ക് ആ പണം അയച്ചു കൊടുത്തേക്കുക. അതുകൊണ്ട് ആ കള്ളവും അടപടലം പോയിട്ടുണ്ട്. പിന്നെ ജാതിക്കാടിനെതിരായിട്ടൊക്കെ ദിയ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ജാതി നോക്കിയാലല്ലോ ഇവർ ജോലിക്ക് എടുത്തേ. മാത്രമല്ല, ദിയയുടെ ഒരു പ്രോഗ്രാമിന് എനിക്ക് തോന്നുന്നു ഈ എന്താ പറയണ്ടേ, ഗർഭാവസ്ഥയിലുള്ള എന്തോ ഒരു ചെറിയ ചടങ്ങാണ്. ആ ചടങ്ങിൽ ഒരു വീഡിയോ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഉണ്ട്. ഇവൾമാരിങ്ങനെ നടന്നു വരുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരെന്നാണെന്നാണ് ദിയ പറയുന്നത്, അല്ലാണ്ട് എൻ്റെ ജോലിക്കാരെന്നല്ല പറയുന്നത്. അപ്പോൾ അത്രയും മാന്യമായിട്ട് ദിയ ആ കാര്യം അവിടെ സംസാരിച്ച് വെക്കുന്നുണ്ട്. ഇനി അവരെ തട്ടിക്കൊണ്ട് പോയിട്ടില്ലെന്നൊക്കെ ദിയ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണം തെളിവുകളെല്ലാം അവർക്ക് എതിരാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ കൃഷ്ണകുമാറും ദിയയും മാധ്യമങ്ങളുടെ മുന്നിൽ പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പ്രതികരണം കൂടെ ഞാനൊന്ന് പ്ലേസ് ചെയ്യാം. പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്ന രീതിയോട് പൂർണ്ണമായും നമുക്ക് യോജിപ്പുണ്ട്, സന്തോഷമുണ്ട്, ആശ്വാസമുണ്ട്. നമ്മളത് ആദ്യം തൊട്ടേ പറയുന്നൊരു വിഷയമാണ്. ഇങ്ങനെയൊരു തിരിമറി നടന്നിരിക്കുന്നു, ആ സ്റ്റേറ്റ്മെൻ്റ് എടുത്ത് പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. കാരണം അവർ തന്നെ പണം എടുത്തിരിക്കുന്നു അവർ പറയുന്നു. കാരണം ഞങ്ങളുടെ QR കോഡ് വഴി പണം എടുത്തിട്ട് അന്നന്ന് ദിയയ്ക്ക് കൊണ്ട് ക്യാഷാക്കി കൊടുക്കണം, എന്തോ ടാക്സ് വെട്ടിപ്പ്, ഇതൊക്കെയാണല്ലോ പറഞ്ഞിരുന്നത്. അന്നേ നമ്മൾ പറയുന്നൊരു കാര്യം ഇത്രേ ഉള്ളൂ, അവർ പണം വാങ്ങിച്ചു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഞങ്ങൾക്ക് എവിടെന്നെങ്കിലും വിഡ്രോ ചെയ്ത് ക്യാഷാക്കിയല്ലേ തരാൻ പറ്റൂ. ക്യാഷാക്കണേ വിഡ്രോ ചെയ്യണം. ഇതെല്ലാം സ്റ്റേറ്റ്മെൻറ്റിൽ വരും, പണം വാങ്ങിയതും ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. അത് മാത്രം പരിശോധിച്ചാൽ തീരാവുന്നൊരു കേസുള്ളൂ. സിമ്പിളാണ്. ഇത് ഞാൻ എൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇപ്പോൾ ഇദ്ദേഹം പ്രതികരിക്കുന്നതിന് മുന്നേ തന്നെ ഞാനും പറഞ്ഞൊരു കാര്യമായിരുന്നു. ഇവർ ഈ 3 കള്ളികളുണ്ടല്ലോ, അവൾമാർ പറഞ്ഞു വെക്കുന്നതനുസരിച്ച് ദിയക്ക് തന്നെ ഈ കാശ് തിരിച്ചു കൊടുത്തു എന്നുള്ളതാണ്. സിമ്പിളാണ്. അവൾമാരുടെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി കിട്ടും. പോലീസ് ഇപ്പോൾ കൃത്യമായിട്ട് എന്ത് ചെയ്തു, ആ അക്കൗണ്ട് ട്രാൻസാക്ഷൻ പരിശോധിച്ചപ്പോൾ ദിയയുടെ അക്കൗണ്ടിലേക്ക് ആ പണം കൊടുത്തതിൻ്റെ ഒരു തെളിവുമില്ല. ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഇവൾമാർ പറഞ്ഞതനുസരിച്ച് എടുത്തിട്ടില്ല. നീയൊക്കെ മണ്ടികളല്ലേടി. ഒരു കള്ളം പുറത്ത് ഏതോ ഒരുത്തൻ അല്ലെങ്കിൽ ഏതോ ഒരുത്തി, ആരാണോ നിങ്ങളുടെ പിന്നിലുള്ളത്, ആ പിന്നിലുള്ള ഒരു വേട്ടാവളിയൻ കുറച്ച് കള്ളത്തരങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ചു തരുക. അപ്പോൾ ഈ കള്ളത്തരങ്ങൾ എന്തായാലും പൊളിയും. അല്ലെങ്കിൽ ഇപ്പുറത്ത് ദിയയുടെ കയ്യിലോ അല്ലെങ്കിൽ കൃഷ്ണകുമാറിൻ്റെ കയ്യിലോ ഇനി നിൻ്റെയൊക്കെ അക്കൗണ്ടിൻ്റെ ട്രാൻസാക്ഷൻ അതെടുത്താൽ തന്നെ നിൻ്റെയൊക്കെ കള്ളം പൊളിയുന്നുള്ള ബോധം നിനക്കുമില്ല, നിന്നെയൊക്കെ പഠിപ്പിച്ചു തന്ന ആ വേട്ടാവളിയനും ഇല്ല. അതാണ് ഇവിടെ സംഭവിച്ചത്. പോലീസ് വന്ന് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ഇത് 2 ദിവസം കൊണ്ട് ഈ കേസ് അങ്ങ് തീരും. പോലീസ് വന്ന് നിൻ്റെയൊക്കെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ തന്നെ നീയൊക്കെ അടപടലം തീർന്നു, പിന്നൊന്നും ഇല്ല പറയാനായിട്ട്. എന്തിൻ്റെ ചൊറിച്ചിലായിരുന്നു.
ആ കിട്ടുന്ന ശമ്പളവും വാങ്ങിച്ചു. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് കൂട്ടത്തിൽ ഒരുത്തിയുടെ ഭർത്താവ് അങ്ങ് ദുബായിൽ ഷെയ്ഖിന്റെ അണ്ടറിൽ ഒട്ടകത്തിന്റെ പാല് കറന്ന് ഓരോ മാസവും ലക്ഷങ്ങൾ സമ്പാദിക്കുന്നില്ല. അതുകൊണ്ട് പട്ടിണിക്ക് കിടക്കേണ്ടി വരില്ല. ആ കൂട്ടത്തിൽ ഒരുത്തി നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ അവൾ തൽക്കാലം എന്ത് ചെയ്യുക, ബാക്കിയുള്ളവർക്ക് ആ പണം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. 2 ലക്ഷം 1.5 ലക്ഷം ഒക്കെ ഒട്ടകത്തിന്റെ പാല് കറന്ന് പൈസ ഉണ്ടാക്കുന്ന ഭർത്താവ് അവിടെ ഉണ്ട്. ഷെയ്ഖിന്റെ അണ്ടറിൽ കിടന്നുകൊണ്ട് പാല് കറക്കുന്ന ഭർത്താവ് ഉണ്ട്. അപ്പൊ പിന്നെ ഒരു പ്രോബ്ലം വരില്ല, പട്ടിണി കിടക്കേണ്ടി വരത്തില്ല. കേസ് വാദിക്കാനാണെങ്കിലും ഇനി ഇവർക്ക് പണം തിരിച്ചു കൊടുക്കാനാണെങ്കിലും പ്രോബ്ലം ഇല്ല. കാരണം ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ഭർത്താവ് ഉള്ളപ്പോഴത്തേക്കും ഭാര്യയ്ക്കും കൂട്ടുകാരികൾക്കും ഈ ഒരു കേസ് തീർക്കാനാണോ വലിയ പാട്? ബാക്കിയോടെ കേൾക്കാം. പക്ഷെ അത് മേ ബി അവരുടെ ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ന്യായം കാണുമായിരിക്കും. കാരണം ഈ ഞങ്ങൾ കൊടുത്തത് ഒരു സാമ്പത്തിക കേസും അവർ കൊടുത്തത് ഈ ബലാത്സംഗവും തട്ടിക്കൊണ്ടുപോലൊക്കെയാണ്. അതുകൊണ്ട് ചിലപ്പോൾ അന്നേരം അവർക്ക് അങ്ങനെ തോന്നിക്കാണ് ആദ്യം അവരുടെ കേസ് അന്വേഷിക്കാൻ. 2 ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും അവർക്ക് അങ്ങനെ തോന്നിയിരിക്കാം. അതുകൊണ്ട് ഇപ്പം നമുക്ക് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, ഒന്ന്, ഞങ്ങളുടെ കൂടെ നിന്ന കേരള സമൂഹം, പത്രമാധ്യമ മീഡിയയിലെ എല്ലാ സഹോദരങ്ങൾക്കും നന്ദി പറയുന്നു. കാരണം ആദ്യത്തെ കുറച്ച് നേരം ഞങ്ങളും കുടുംബവും വെറും കള്ളന്മാരും തട്ടിപ്പുകാരും ഒരു കൊള്ളക്കാരെ പോലെ ആയിപ്പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ നേരിൻ്റെ ഭാഗത്ത് നിന്ന് ജീവിച്ചിട്ട് ഇങ്ങനൊരു സംഭവം വരുമ്പോഴുണ്ടാകുന്ന മാനസിക പ്രയാസം നിങ്ങൾക്ക് ഊഹിക്കാം. ഞാനേ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ SHO അല്ലേ, അതായത് പോലീസ് ഉദ്യോഗസ്ഥർ, അവർ ഈ ഒരു കേസിൽ എന്തിനാണ് ഇത്ര ധൃതി കാണിച്ചതെന്ന് എനിക്കിപ്പോഴും മനസ്സിലാവുന്നില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് കൃഷ്ണകുമാറിനെ മാറ്റിയേക്കും, നമ്മളെപ്പോലുള്ള സാധാരണക്കാരെ കാര്യം എടുക്കാം. നമുക്കെതിരായിട്ടൊരു ഫേക്ക് കേസ് കൊണ്ടൊരാൾ കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ FIR ഇട്ട് നമ്മൾക്കെതിരെ വലിയ കേസ് ചുമത്തി, അല്ലേ, വകുപ്പ് ചുമത്തി നമുക്കെതിരെ കേസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അറസ്റ്റ് ചെയ്യും. നമ്മളെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ജയിലിൽ കിടന്നുകൊണ്ട് ഇതെല്ലാം പ്രൂവ് ചെയ്യാൻ പറ്റില്ല. മുൻകൂർ ജാമ്യമൊക്കെ നമ്മൾ എടുത്തു വെക്കുക എന്നൊക്കെ പറയുന്നത് നമുക്കിത് അതിനൊക്കെ ഒരുപാട് സമയമുണ്ടല്ലേ. നമുക്ക് എല്ലാവർക്കും ഇത് പറ്റണമെന്നില്ല. അപ്പോൾ ഈ സ്റ്റേഷനിലുണ്ടായിരുന്ന ആ ഉദ്യോഗസ്ഥൻ SHO, നിങ്ങൾ എന്താണ് ഈ ചെയ്തു വെച്ചത്? ഇവിടെ പരാതി തരുമ്പോൾ അത് അന്വേഷിക്കണ്ടേ? 2 സൈഡെങ്കിലും അന്വേഷിക്കണ്ടേ? അപ്പോൾ ആദ്യം ഈ പോലീസുകാർ കാണിച്ചത്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് എന്തോ നമുക്കിപ്പോഴൊരു ദുരൂഹതയുണ്ട്. ആ പോലീസുകാർ എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു എന്നതിനകത്ത്. ഇപ്പൊ പിന്നെ അന്വേഷണം വളരെ കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഇനി പോയേ പറ്റുള്ളൂ. ഇനി ഇതിനകത്ത് ഉടായ്പൊന്നും കാണിക്കാൻ പറ്റില്ല. ഇനി ഇതിനകത്തുള്ളൊരു ദുരൂഹതയെ പറ്റി കൃഷ്ണകുമാർ തന്നെ പ്രതികരിച്ച് വെക്കുന്നുണ്ട്. ആരായിരിക്കാം, എന്തായിരിക്കാം? ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ടാർഗറ്റ് ചെയ്യപ്പെടുന്നത് ഒരു രാഷ്ട്രീയമാണ്. അല്ലാണ്ട് വെറുതെ ഗർഭിണിയായിട്ടുള്ള ദിയക്കെതിരായിട്ടൊരു കേസ് കൊടുത്തുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഈ 3 അവൾമാർ ഈ കഥയും കാര്യങ്ങളും അല്ല, ഇവൾമാർ ഈ പൈസ അടിച്ചു മാറ്റിയതിൻ്റെ കഥ ഉൾപ്പെടെ ആരെടുത്തോ ചെന്ന് പറഞ്ഞപ്പോൾ അവർ ഇതിനകത്തൊരു രാഷ്ട്രീയം കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃഷ്ണകുമാർ തന്നെ പറയുന്നുണ്ട്. ഞാൻ അതുകൂടെ ഒന്ന് വെക്കാം. ഇപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ അന്വേഷണം ബയാസ്ഡായി പോയി എന്നൊരു ആരോപണമുണ്ടോ? ഇല്ല, ആരോപണമല്ല, നിങ്ങളെല്ലാം കണ്ടതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കെതിരെ നടപടി വരാത്തത്? കാരണം അവർക്ക് മനസ്സിലാവുന്നു ഇതാണ് കാര്യമെന്ന്. അപ്പോൾ ഇത് നേരത്തെ അന്വേഷിച്ച് ഈ FIR ഇട്ട് ഞങ്ങൾക്കെതിരെ ഒരു അറസ്റ്റ് പോലെ വരുന്നൊരു പ്രതീതി ഉണ്ടായി. പ്രതീതിയല്ല, FIRൽ അങ്ങനത്തെ വകുപ്പുകളായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതും മറ്റേ കേസ് അന്വേഷിച്ചതിന് ശേഷമായിരുന്നെങ്കിൽ ഇതിനൊട്ടും ഒന്നും പോകേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ചിലപ്പോൾ നിയമവശം നമുക്കറിയില്ല, നമുക്കെതിരെ കൊടുത്ത പരാതി അങ്ങനെയായിരുന്നു. തട്ടിക്കൊണ്ടുപോകൽ, ബലാത്സംഗ ശ്രമം, പണ അപഹരണം. അപ്പോൾ ഇതൊക്കെ ഒരു 3 പെൺകുട്ടികൾ കൊടുക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ചിലപ്പോൾ പോലീസിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റുന്നില്ല. കാരണം അവരാണോ, ഈ കുട്ടികളാണോ, അവരുടെ പിന്നിൽ വല്ല രാഷ്ട്രീയ താല്പര്യമുള്ളവരുണ്ടോ നമുക്കറിയത്തില്ല. കാരണം ഒരു മുന്നിലൊരു ഇലക്ഷനൊക്കെ വരാൻ പോകുന്നത് കൊണ്ട് പല തരത്തിൽ സംഭവിക്കാം. ആർക്കാണ് ഇതിനോട്, കാരണം ഞാനൊക്കെ 2 ഇലക്ഷൻ ഫൈറ്റ് ചെയ്തതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇനി ഞങ്ങളങ്ങനെ ഇലക്ഷന് വരുമോ, ഇന്നടത്തങ്ങനെ വരാൻ സാധ്യതയുണ്ടോ, തടയണോ, ഇതൊക്കെ പലതരത്തിൽ ചിന്ത വരും. അത് ഏത് രാഷ്ട്രീയ പാർട്ടി എന്നൊന്നും പറയുന്നില്ല, ആരുമാവാം. കാരണം എല്ലാ പാർട്ടികൾക്കകത്തും പലതരം മത്സരങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, രാഷ്ട്രീയം എന്ന നിലയ്ക്ക് എന്നെ ടാർഗറ്റ് ചെയ്യാം, പക്ഷേ ഈ കുടുംബത്തിനെ വലിച്ചഴക്കുന്ന എന്തിനാന്ന് പിടികിട്ടുന്നില്ല. ഇത് എനിക്ക് തോന്നിയ, ഞാൻ എൻ്റെ വീഡിയോയിൽ ഇതിന് മുന്നേയും പറഞ്ഞ ഒരു കാര്യമാണ്. എന്തുകൊണ്ട് കൃഷ്ണകുമാറിലേക്ക് ഇത് പോയി? ഇപ്പോൾ സത്യത്തിൽ തുടക്ക സമയത്ത് ഈ 3 അവൾമാരുടെ ഉടായ്പ അതിന് രാഷ്ട്രീയമായിട്ട് ബന്ധമൊന്നുമില്ല. കാരണം അവൾമാരുടെ കള്ളത്തരം കൊണ്ട്, ജന്മന കള്ളികളായതുകൊണ്ട് അവൾമാരത് ചെയ്തു വെച്ചതാണ്. അതിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഇവൾമാർ ആരെടുത്താണോ ഈ കാര്യം പോയി പറഞ്ഞത്, ആ വക്കീൽ ഏതാണോ, ഓക്കെ, ഇവൾമാരെ സഹായിച്ച, ഇവൾമാർ തന്നെ മാധ്യമങ്ങളുടെ മുന്നിൽ പറയുന്നുണ്ട്, ഞങ്ങളിപ്പോൾ വക്കീൽ പറയുന്നത് പോലെയാണ് കാര്യങ്ങളെല്ലാം സംസാരിക്കുകയും ചെയ്യുന്നു അവൾമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഉടായ്പ പഠിപ്പിച്ചു കൊടുത്ത വക്കീലോ, അല്ലെങ്കിൽ അതിനു മുന്നേ ഇവർ ഈ കാര്യങ്ങൾ ആരെടുത്തോ ഷെയർ ചെയ്തപ്പോഴത്തേക്കും ആ വ്യക്തി ഇതിനകത്തൊരു രാഷ്ട്രീയം കണ്ടു. കൃഷ്ണകുമാറിൻ്റെ ഒരു പണി കൊടുക്കാം,
അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ട് ഇനി വരാൻ പോകുന്ന ഇലക്ഷൻ ആണെങ്കിൽ തന്നെയും അയാളൊന്ന് സൈഡാക്കാം. കാരണം ഇങ്ങനൊരു കേസ് വന്നു കഴിഞ്ഞാൽ അയാളെ പിന്നെ മത്സരിപ്പിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒന്നെങ്കിൽ ഇത് BJPക്കകത്തുള്ള ആൾക്കാരായിരിക്കാം, അതും പറയാൻ പറ്റില്ല നമുക്ക്. LDF ആവാം, UDF ആവാം, ആരും ആവാം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇതിനകത്ത് കൃഷ്ണകുമാറിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതിനകത്ത് ഉണ്ടായിരുന്നു. ആ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഫലമായിട്ട് തന്നെയാണ് ഇവൾമാർ കൊണ്ട കേസ് കൊടുത്തപ്പോഴത്തേക്കും ആ SHO പോലും, ഓക്കെ, ട്രിവാൻഡ്രം മ്യൂസിയം സ്റ്റേഷനിലുള്ള SHO പോലും ധൃതിയിൽ കേസ് എടുക്കാൻ തയ്യാറായത് 100% ഇതിനകത്ത് ഒരു ഗൂഢാലോചന ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാണ്ട് വെറുതെ ഓടിപ്പോയിട്ട് ഇങ്ങനെയൊന്നും കേസ് എടുക്കില്ല. കാരണം രണ്ട് സൈഡ് അറിയാണ്ട് അന്വേഷിക്കാണ്ട് നേരെ പോയി FIR ഇട്ട് ഇത്രയും വലിയ വകുപ്പുകളൊക്കെ ചുമത്തുമ്പോഴത്തേക്കും അതിനകത്ത് സംതിങ് റോങ് ഉണ്ട്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഞാനോ എൻ്റെ ഫാമിലിയോ ആരെവിടെ എന്തൊരു പോസ്റ്റ് ഇട്ടാലും അതിൻ്റെ ഒരു റിവ്യൂ എന്ന് പറയുന്നത് 50-50 ആണ്. ചിലവർ മോശം പറയും, ചിലവർ നല്ലത് പറയും, പക്ഷെ നമ്മളത് യൂസ്ഡ് ആണ് അതിനോട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട്, മിക്കവാറും ഇനി അവർ ജാതിക്കാർഡൊക്കെ എടുത്തിട്ടു, ഇനിയിപ്പോൾ അത് പലയിടത്തും വർക്ക് ആവുമെന്ന് പോലും എൻ്റെ മനസ്സിൽ കൂടെ പോയി. പക്ഷേ ഇല്ല, കേരളത്തിലുള്ളവർ പഠിപ്പുള്ളവരും ബുദ്ധിയുള്ളവരും ആണെന്ന് എല്ലാം ജനങ്ങൾ തന്നെ അങ്ങ് തെളിയിച്ചു കളഞ്ഞു. അവർ പറഞ്ഞു, പാർട്ടി അച്ഛൻ്റെ പാർട്ടി ഏതോ ആയിക്കോട്ടെ, നിങ്ങളുടെ മതം ഏതോ ആയിക്കോട്ടെ, പക്ഷെ നമ്മൾ ഒറ്റക്കെട്ടാണ്, നമ്മൾ കേരളത്തിലുള്ളവരാണ്, നമ്മൾ ഒന്നിച്ച് നിൽക്കും. ഈ കാര്യത്തിൽ തെറ്റ് അവരുടെ ഭാഗത്താണെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു, നിങ്ങൾ തെളിവ് തന്നു കഴിഞ്ഞു. എല്ലാവരും നമ്മുടെ കൂടെ, ഇപ്പോൾ മീഡിയക്കാരായാലും സോഷ്യൽ മീഡിയയിലുള്ള ഇതുപോലെ നമ്മുടെ ഫോളോ ചെയ്യുന്നവരായാലും എവ്രിബഡി ഇത് ഒറ്റക്കെട്ടായിട്ട്, ഇപ്പോൾ എൻ്റെ അഗൻസ്റ്റ് യൂട്യൂബ് വീഡിയോസ് ഇടുന്നവരും ഉണ്ടായിരുന്നു, അതിലൂടെ വ്യൂ കിട്ടുന്നവരുണ്ടായിരുന്നു. അവർ പോലും എന്നെക്കുറിച്ച് മോശമായിട്ടിടാൻ മടിച്ചു. അവർ പോലും നല്ലതിൻ്റെ ഒപ്പം നിന്നു, ശരിയുടെ ഒപ്പം നിന്നു. അവരും പറഞ്ഞു ഈ 3 പേർക്ക് ശിക്ഷ കൊടുത്തേ പറ്റൂ. ഞാൻ എൻ്റെ പഴയ വീഡിയോക്കകത്ത് ഞാൻ ദിയ കൃഷ്ണയ്ക്കെതിരായിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ എൻ്റെ മാരേജിൻ്റെ സമയത്താണെങ്കിൽ പോലും ദിയ കൃഷ്ണ പറഞ്ഞൊരു പ്രസ്താവനയോട് എനിക്ക് 100% വിയോജിപ്പായിരുന്നു. ഞാൻ അതിനെക്കുറിച്ചും വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതൊക്കെ നമ്മൾ വ്യക്തിപരമായിട്ടുള്ള എന്താ പറയണ്ട, ഒരു ഹെയ്റ്റ് കൊണ്ട്, ഒരു ഇഷ്ടക്കേട് കൊണ്ടൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും അല്ല. അവർ പറയുന്നതിന് നമ്മൾ സംസാരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ വീണ്ടും നമുക്ക് ചിലപ്പോൾ അവർക്ക് എന്നെ എതിർക്കാം, എനിക്ക് അവരെ എതിർക്കാം. ഇതൊക്കെ സോഷ്യൽ മീഡിയ ലൈഫിൽ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. പക്ഷേ ഒരാൾക്കെതിരെ കള്ളക്കേസ് കൊടുക്കുക, ആ കള്ളക്കേസിനകത്ത് ഈ ലോകത്തുള്ള ഏറ്റവും വലിയ ഉഡായിപ്പുകളെല്ലാം തന്നെ അതിനകത്ത് കുത്തിക്കയറ്റുക, ഈ ജാതിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവൾമാരെ നമുക്ക് ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അവൾമാർക്കൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കണമെന്ന് നമുക്ക് തോന്നും. എനിക്ക് പേഴ്സണലി അത് ഭയങ്കരമായിട്ട് ഈ ഒരു വിഷയത്തിൽ തോന്നിയിട്ടുണ്ട്. കാരണം ഇപ്പോൾ കേരള സമൂഹത്തിലുള്ള ഒട്ടുമിക്ക ആൾക്കാർ ഇനി സ്റ്റിൽ ഇപ്പോഴും ദിയ കൃഷ്ണയെയും ഫാമിലിയും ആരെങ്കിലും എതിർക്കുന്നുണ്ടെങ്കിൽ അവന്മാർക്ക് നല്ല ചൊറിച്ചില് മൂത്ത രാഷ്ട്രീയവും അല്ലെങ്കിൽ മതവും തലക്ക് പിടിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കും. അല്ലാത്തവരാരും തന്നെ ഇവരെ എതിർക്കാൻ ചാൻസ് ഇല്ല. ഇപ്പോൾ മതചിന്ത ഇങ്ങനെ തലക്കകത്ത് കുത്തിക്കേറിയിട്ട് അങ്ങനെ ദിയ കൃഷ്ണയുടെയും ഫാമിലിയുടെയും ജാതിയും മതവും നോക്കി രാഷ്ട്രീയവും നോക്കിയിട്ട് അങ്ങനെ കുറ്റം പറയാൻ നിൽക്കുന്ന അലവലാദികൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാ കേരള സമൂഹത്തിലുള്ള ആൾക്കാരും നിങ്ങളുടെ കൂടെ ഈ വിഷയത്തിലുണ്ട്. അതിനകത്ത് സംശയം വേണ്ട. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നിൽക്കുന്നത് അത്രയും പെരിയ കള്ളികളാണ്, അത്രയും വലിയ ഉഡായിപ്സുകളാണ്. അപ്പോൾ അവന്മാർക്കെതിരെ ശബ്ദമുയർത്തുക, അവന്മാർക്കെതിരെ പ്രതികരിക്കുക, അവർക്കൊരു ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മളും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ എന്ത് ശിക്ഷ, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്. അത് പോലീസിന് അന്വേഷണം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ പൂർത്തിയാവും. അപ്പോൾ നമുക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ എന്തായാലും വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, 3 എണ്ണത്തിന് മതിയായല്ലോടെ.